വീണ്ടും കഥയിലേക്ക് സ്വാഗതം. ഇന്ന് പഴഞ്ചൊല്ലിൽ നിന്നും ഉടലെടുത്ത ഒരു കഥയാവട്ടെ. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഈ സന്ദേശത്തെ ആസ്പദമാക്കി ഒരു കഥ. സ്വാർത്ഥതയില്ലാതെ നന്മ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണ് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന സന്ദേശം. ഒറ്റയ്ക്ക് നിന്നാൽ ചെറിയ കാര്യങ്ങൾ നമുക്ക് നടത്താനാവും, എന്നാൽ കൂട്ടമായി നിന്നാൽ ലോകത്തിലേക്ക് തന്നെ വലിയ സംഭാവനകൾ നമുക്ക് കൊടുക്കാനാവും എന്നാണ് പറയുന്നത്. സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ സ്വഭാവ രീതികളും താല്പര്യങ്ങളുമുണ്ട്. ഇതിനിടയിലാണ് ഒരുമയോടെ പ്രവർത്തിച്ച് ജീവിതം വിജയത്തിലേക്ക് നയിക്കേണ്ടത്. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തരും സ്വന്തം വ്യക്തിത്വത്തെ ഹനിക്കുകയോ അടിയറവ് വയ്ക്കുകയല്ല, മറിച്ച് അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഫലപ്രദമായി നിർവഹിക്കുന്നു എന്നാണ്. ഭവനത്തിൻ്റെ ശാന്തമായ നിലനിൽപ്പിനും ഒരുമ അത്യാവശ്യമാണ്. ഐക്യമത്യം മഹാബലം എന്നല്ലേ പറയാറ്? കേൾക്കാം ഒരു കഥയിലൂടെ. ഒരു വീട്ടിൽ ഒരാളുടെ മക്കളെല്ലാം പരസ്പരം കലഹിച്ച് കഴിയുകയായിരുന്നു. എത്ര ഉപദേശങ്ങൾ കൊടുത്തിട്ടും അവരെ മാറ്റിയെടുക്കാൻ അവരുടെ അച്ഛന് സാധിച്ചില്ല. ഉപദേശങ്ങൾ കൊണ്ട് മക്കളെ മാറ്റിയെടുക്കാൻ കഴിയില്ല എന്ന് ആ അച്ഛന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തുന്നു. അങ്ങനെ ആ അച്ഛൻ മക്കളെല്ലാം വിളിച്ചുകൂട്ടി ഒരു കെട്ട് വിറകുകമ്പ് കൊടുത്തിട്ട് ആ കെട്ട് ഒടിക്കുന്നതിന് ഓരോരുത്തരോടും ആവശ്യപ്പെട്ടു. അവരിൽ ഒരുത്തന് പോലും ആ വിറക് കെട്ട് ഒടിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ അച്ഛൻ ആ വിറക് കെട്ട് അഴിച്ച് ഓരോ കമ്പെടുത്ത് ഒടിക്കുവാനായി അവർക്ക് കൊടുത്തു. അവരിൽ ഏറ്റവും ദുർബലന് പോലും ഒരു കമ്പ് ഒടിക്കുവാൻ വിഷമമുണ്ടായില്ല. ഇത് അവർക്കൊരു ഗുണപാഠമായിരുന്നു. ഒരുമിച്ച് നിന്നാൽ നിലനിൽപ്പുണ്ടെന്നും ഭിന്നിച്ച് നിന്നാൽ പരാജയമാണെന്നും അവർ മനസ്സിലാക്കി. അതിൽ പിന്നെ അവർ ഒരുമയോടെ ജീവിച്ചു. ഒരുമയുള്ള പ്രവർത്തനത്തിനായി മറ്റുള്ളവരെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും സ്വീകരിക്കാനുമുള്ള മനോഭാവം വളർത്തിയെടുക്കണം. വ്യക്തികൾ തമ്മിൽ പരസ്പരം മത്സരമുള്ളവരാകാതെ പരസ്പരം പൂരകമായി പ്രവർത്തിക്കുന്നവരാകണം. എല്ലാ വ്യത്യസ്തതകളും ഉൾക്കൊണ്ട് തന്നെ ജീവിത വിജയത്തിനായി കൂട്ടമായി പ്രവർത്തിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ പഴഞ്ചൊല്ലും കഥയും ഇവിടെ അവസാനിക്കുന്നു. ഇത്തരം കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവരെ തീർച്ചയായും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്